PPHSSലെ മത്സരാർത്ഥികളാണ് നമ്മോടൊപ്പമുള്ളത്. മത്സരാർത്ഥികൾ മാത്രമല്ല, വൈറലായ ടീച്ചറുമുണ്ട് നമ്മുടെ കൂടെ. പള്ള നിറച്ച് രസിച്ച് നടന്ന് പൊണ്ണത്തടിതുമേറ്റി നടന്ന് ജീവിതശൈലി രോഗം വന്ന് കുഴങ്ങണ്ട. തൽക്കാലം ഈ പോക്ക് നീ അധികം പോകണ്ട. പള്ള നിറച്ച് രസിച്ച് നടന്ന് പൊണ്ണത്തടിതുമേറ്റി നടന്ന് ജീവിതശൈലി രോഗം വന്ന് കുഴങ്ങണ്ട. തൽക്കാലം ഈ പോക്ക് നീ അധികം പോകണ്ട. തുടക്കത്തിൽ തന്നെ പാട്ട് കാഴ്ച വെച്ചാണ് റസിയ ടീച്ചർ തുടങ്ങിയത്. എല്ലാവരുടെയും പേരെന്താ? സസ്ന, നജ മറിയം, അസ്ഹ, മിഷ്ഫ, ഹനാൻ, നിദ. എല്ലാവരും എത്രയല്ല പഠിക്കുന്നത്? 9, 10. ഒപ്പനല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് പല ടീംസ് വന്ന് ഇന്നലെ കഴിഞ്ഞു. അർമന സ്കിറ്റ് 78 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ടോട്ടൽ പങ്കെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആണോ കലോത്സവത്തിന്? അല്ലല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ടൈം ആണോ? ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വന്ന എക്സ്പീരിയൻസ്? നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയ, അതുകൊണ്ട് ട്രിവാൻഡ്രം ഒന്നും കാണാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ടീച്ചറിന് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. 78 കുട്ടികളെയും കൊണ്ട് കൊട്ടുക്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ വണ്ടി കയറാൻ സാധിച്ചു എന്നതിൽ, ഈ വിരമിക്കൽ സമയത്തും എൻ്റെ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ പറഞ്ഞറിയിക്കാനാവാത്തത്ര സന്തോഷമുണ്ട്. അധ്യാപന ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങാൻ വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളുവെങ്കിലും കലോത്സവ വേദിയിൽ കുട്ടികളെക്കാൾ ചുറുചുറുക്കോടെ വേദിയിൽ നിന്ന് വേദിയിലേക്ക് പറക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂളിലെ റസിയ ടീച്ചർ. വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി 78 ചുണക്കുട്ടികളെയാണ് ടീച്ചറും സംഘവും ഇത്തവണ മത്സരവേദിയിൽ എത്തിച്ചിരിക്കുന്നത്. പേശിയിൽ ജനിതക പ്രശ്നമുള്ള മുതുവല്ലൂരിലെ വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവിന് വേണ്ടി കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും റസിയ ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകരും ചേർന്ന് 11,11,111 രൂപയാണ് സമാഹരിച്ച് നൽകിയത്. കലോത്സവത്തിൽ അവതരിപ്പിക്കേണ്ട മത്സര ഇനങ്ങൾ കോർത്തിണക്കി കാരുണ്യരാവ് എന്ന പേരിൽ പ്രത്യേക പരിപാടി അവതരിപ്പിച്ചാണ് പണം സ്വരൂപിച്ചത്. ഈ മഹത് കർമ്മത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥികളുമായി ടീച്ചർ നേരെ എത്തിയത് കലോത്സവ വേദിയിലേക്കാണ്. തൻ്റെ വിദ്യാർത്ഥികളുടെ സന്മനസ്സോർത്ത് അഭിമാനവും സന്തോഷവുമാണ് ടീച്ചർക്ക്. 2023 ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര അറബ് സാഹിത്യ സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്നും ക്ഷണം ലഭിച്ച ഏക വനിതാ അധ്യാപക കൂടിയാണ് റസിയ ടീച്ചർ. നൂതന സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ അറബി പഠനം എളുപ്പമാക്കാനുള്ള ടീച്ചറുടെ വിദ്യകൾ നിരവധി പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. أنك أنا لكننا ليت لعليو جملയിൽ വന്നാൽ. ട്രാഫിക് ബോധവൽക്കരണം, ജീവിതശൈലി രോഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ ടീച്ചർ തയ്യാറാക്കി പാടിയ പാട്ടുകൾ യൂട്യൂബിൽ ഇതിനോടകം വൈറലാണ്. കലോത്സവങ്ങൾക്കായി നിരവധി അറബി നാടകങ്ങൾ, കഥാപ്രസംഗങ്ങൾ, കഥകൾ എന്നിവ എഴുതിയിട്ടുണ്ട്. തുടർച്ചയായി 4 വർഷം ടീച്ചറുടെ നാടകം സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം ഉമ്മയാണ് എന്ന് ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ചാലും കുട്ടികളുമായുള്ള ഈ ഓട്ടത്തിനും കലാപ്രവർത്തനങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് റസിയ ടീച്ചർ.